പാകിസ്ഥാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിലാന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇഷ്യൂ ആണ്. മീൻസ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് BCCI പറഞ്ഞു എന്ത് വന്നാലും പാകിസ്ഥാനിൽ പോയി കളിക്കൂല. അതോടുകൂടി പിന്നെ വലിയ ഇഷ്യൂ ആയി. ഇന്ത്യ ഇല്ലാതെ ചാമ്പ്യൻസ് ട്രോഫി നടത്തിയിട്ട് ICCക്ക് ഒരു കാര്യമില്ല. ആരെങ്കിലുമൊക്കെ കാണാൻ വേണ്ടേ? ഈ 140-150 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ പകുതി മുക്കാലും പേര് ക്രിക്കറ്റ് കളി കാണുന്നുണ്ട്. അതാണ് മെയിൻ ബിസിനസ്സും. അങ്ങനെ ദുബായിൽ വെച്ച് നടത്താമെന്നുള്ള തീരുമാനത്തിൽ അതങ്ങനെ ഒതുക്കി തീർത്തപ്പം പിന്നെ അടുത്ത വിവാദങ്ങൾ ഇങ്ങനെ പൊങ്ങി തുടങ്ങിയായിരുന്നു. അതായത് പാകിസ്ഥാനിൽ കളി നടക്കുന്ന സ്റ്റേഡിയങ്ങളിൽ ഇന്ത്യൻ പതാക ഇല്ല എന്ന് പറഞ്ഞൊരു ബഹളം കണ്ടു. പിന്നെ ഇന്ത്യൻ ജേഴ്സിയിൽ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്ന പാകിസ്ഥാനിലാണല്ലോ ബേസിക്കലി. ആ പാകിസ്ഥാനുള്ള പേരില്ലാന്ന് പറഞ്ഞ് പ്രശ്നം കണ്ടു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഇന്നലെ വമ്പൻ കോമഡിയും ഇംഗ്ലണ്ടും പിന്നെ ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ടീമുകളുടെ ദേശീയഗാനം ആലപിക്കല്ലോ. അതിൽ ഓസ്ട്രേലിയയുടെ ദേശീയഗാനം ഇട്ടപ്പോൾ ഇന്ത്യയുടെ ദേശീയഗാനമാണ് വന്നത്. ഇന്ത്യ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാണെന്ന് അറിയത്തില്ല. നിങ്ങൾ കേട്ടാണല്ലോ അല്ലേ? ഭാഗ്യമുണ്ട് ഓസ്ട്രേലിയൻ്റെ ദേശീയഗാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം മാറ്റി അടുത്ത ദേശീയഗാനം ഇട്ട്. എന്താണെങ്കിലും ഈ ഒരു നാണക്കേടിൽ നിന്നും ഈ ഒരു മൊത്തത്തിലൊരു അബദ്ധസ്ഥിതിയിലാണല്ലോ പാകിസ്ഥാനുള്ളത്. ആദ്യത്തെ കളി ന്യൂസിലാൻഡ് തോക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ നിർണായകമായ മത്സരം ഇന്ത്യയോട് നടക്കുകയാണ്. അതിനകത്തൊരു ശക്തമായ തിരിച്ചുവരവുണ്ടെങ്കിൽ മാത്രമേ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി എന്നേക്കുമായി മറക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകും.